السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في محكم العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. إن الذين هم من خشية ربهم مشفقون والذين هم بآيات ربهم يؤمنون والذين هم بربهم لا يشركون والذين يؤتون ما أتوا وقلوبهم وجلة أنهم إلى ربهم راجعون. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ ഈമാനോടുകൂടെ വിട പറയുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ വന്നുപോയവരാണ് നമ്മളെല്ലാം. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും മരണത്തിൻ്റെ മുമ്പ് ജീവിച്ചിരിക്കുന്ന നാളിൽ അള്ളാഹുവിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ച് ഇസ്തിഗ്ഫാറിനെ തേടേണ്ടവരാണ് നമ്മൾ. അങ്ങനെ ഇസ്തിഗ്ഫാർ തേടുകയും ആ ഇസ്തിഗ്ഫാറുകൾ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുന്ന നല്ലവരായ മുഅ്മിനുകളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മളിൽ നിന്ന് ഒരുപാട് തിന്മകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, ഇനിയും സംഭവിക്കുകയും ചെയ്യും. നമ്മളുടെ ഓരോ അവയവങ്ങളും ആരോഗ്യമുള്ള കാലത്തോളം ആ അവയവങ്ങൾ കൊണ്ട് നാം തെറ്റുകൾ, തിന്മകൾ ചെയ്തിട്ടുണ്ട്. അവയവങ്ങൾക്ക് ആരോഗ്യമില്ലാത്ത സമയത്ത് മാത്രമാണ് ആ അവയവങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്യാതിരുന്നുള്ളത്. നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് എൻ്റെ വാചകം. അവയവങ്ങൾക്ക് ആരോഗ്യമുള്ള കാലത്തോളം ഓരോ അവയവങ്ങളും തെറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റുകളെല്ലാം നിർത്തി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി ഖേദിച്ചു മടങ്ങാനുള്ളൊരവസരം നമുക്കുണ്ടാവണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ സഹാബത്തിൻ്റെയും ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹീതമായ മാതൃകകൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്തുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അനുഗ്രഹം അള്ളാഹു വാരിക്കോരി നൽകുന്ന സത്യവിശ്വാസികളുടെ സവിശേഷതയെക്കുറിച്ചാണ് ആ ഭാഗം നമ്മോട് സംസാരിക്കുന്നത്. അള്ളാഹു നമ്മോട് സംസാരിക്കുകയാണ്.
നമുക്ക് നോക്കാം. അള്ളാഹു പറയുകയാണ്, ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വാരിക്കോരി നേടുന്ന വിശ്വാസികൾ ആരാണ്? അവർ മിൻ ഖശിയത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ. അവർ റബ്ബിനെ ഭയപ്പെട്ട് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് പേടിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. അവരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നൽകുന്ന വിശ്വാസികൾ. അവർക്ക് എപ്പോഴും അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും വിചാരണയെക്കുറിച്ചുമുള്ള പേടിയുള്ളവരാണ്. വല്ലദീന ഹും ബി ആയാത്തി റബ്ബിഹിം യുഅ്മിനൂൻ. അവർ അള്ളാഹുവിന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവരതിൽ അങ്ങേയറ്റം വിശ്വാസം ഉൾക്കൊള്ളുന്നവരുമാണ്. വല്ലദീന ഹും ബി റബ്ബിഹിം ലാ യുശ്രികൂൻ. അള്ളാഹുവിൽ ഒരു നിലക്കും പങ്കു ചേർക്കാത്തവരാണ് യഥാർത്ഥ അള്ളാഹു അനുഗ്രഹം ചെയ്യുന്ന വിശ്വാസികൾ. അവസാനത്തെ ആയത്താണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ആയത്ത്. അള്ളാഹു പറയാണ്, വല്ലദീന യുഊതൂന മാ അതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അള്ളാഹു അവർക്ക് നൽകിയ സമ്പത്ത്, വല്ലദീന യുഊതൂന മാ അതൗ, അവർക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന സമ്പത്തുകൾ അവർ ആവശ്യമായ സന്ദർഭങ്ങൾ ചെലവഴിക്കും. വഖുലൂബുഹും വജിലത്തുൻ, അവരുടെ മനസ്സെപ്പോഴും പേടിച്ചരണ്ടതാണ്. അങ്ങേയറ്റത്തെ പേടിയോടുകൂടിയാണ് അവർ ജീവിക്കുന്നത്. സദഖ കൊടുക്കുമ്പോൾ, ശിർക്ക് ചെയ്യാതെ ജീവിക്കുമ്പോൾ, അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുമ്പോഴും അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുമ്പോഴുമൊക്കെ അവരുടെ മനസ്സിൽ അങ്ങേയറ്റത്തെ പിടയലാണ്. അതാണ് ഖുർആൻ പറയുന്നത്, അന്നഹും ഇലൈഹിം റാജിഊൻ. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അവർ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണല്ലോ എന്ന ഭയമാണ് അവർക്കുള്ളത്. നമുക്കിപ്പോഴും നമ്മുടെ മനസ്സിൽ റബ്ബിന്റെ കോടതിയിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെന്ന് ഒരു പേടി നമുക്ക് വന്നിട്ടില്ല. നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നമ്മൾ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പരമാവധി. പക്ഷെ അതൊന്നും അള്ളാഹുലേക്ക് മടങ്ങണമെന്ന ചിന്തയോടുകൂടിയല്ല. ഈ ആയത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചപ്പോൾ, സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തപ്പോൾ, മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, സഹാബത്ത് ഇത്രമാത്രം ഭയപ്പെടാൻ കാരണം, വിശ്വാസികൾ ഇത്രമാത്രം അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിന് ഭയപ്പെടാൻ കാരണം, അഹുമുല്ലദീന യസ്നൂൻ അഹുമുല്ലദീന യസ്റഖൂൻ, അവർ മരണം വരെ വ്യഭിചരിച്ചവരാണോ? അവർ മരണം വരെ മോഷ്ടിച്ചവരാണോ? അഹുമുല്ലദീന യശ്റബൂനൽ ഖംർ, അവർ മദ്യപിച്ചവരാണോ? റസൂലുള്ളാഹിന്റെ മറുപടി, ലാ യാ ഇബ്നത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകൾ ആയിഷേ, അങ്ങനെയല്ല. ഉലായിക അഖ്വാമുൻ യുസല്ലൂൻ, അവർ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നമസ്കരിച്ചവരാണ്. വയതസദ്ദഖൂൻ, ദാനധർമ്മം നിർവഹിച്ചവരാണ്. വയസൂമൂൻ, അവർ വ്രതമനുഷ്ഠിച്ചവരാണ്. ലാക്കിൻ കുലൂബുഹും വജില, എന്നാലും അവരുടെ ഹൃദയം നടുങ്ങുകയാണ്. അങ്ങനെ നടുകയാണ്. ഇതൊക്കെ ചെയ്യുന്നവരാണ്, പക്ഷെ അവരുടെ ഹൃദയം എപ്പോഴും നടുക്കത്തില്ല. എന്താ കാരണം? യഖ്ശൗൻ, അവർ ഭയപ്പെടുകയാണ്, അല്ലാ യതഖബ്ബല മിൻഹും, ഇതൊന്നും അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിലോ എന്ന്. ഈ നോമ്പ് നോറ്റതും ഈ നമസ്കരിച്ചതും ഈ സദഖ കൊടുത്തതുമൊന്നും അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിലോ എന്ന നിലയ്ക്ക് അവരുടെ കൽബുകൾ പിടയുകയാണ്. അല്ലാതെ അവർ മോഷ്ടിച്ചവരല്ല, അവർ മദ്യപിച്ചവരല്ല, അവർ വ്യഭിചരിച്ചവരല്ല, അങ്ങനത്തെ തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്തവരല്ല. എന്നാൽ പോലും അവർ ചെയ്യുന്ന അഅ്മാലു സാലിഹാത്തുകൾ അള്ളാഹു സ്വീകരിക്കുകയില്ലേ എന്നവർ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് അവരുടെ കൽബുകൾ പിടയുകയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്തുൽ മാഇദയിൽ പറയുന്നു സഹാബത്തിന്റെ സ്വഭാവം, വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ, അള്ളാഹുവിലേക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട അവർ കേട്ടാൽ, സഹാബത്ത് കേട്ടാൽ, തറാ അയ്യുനുഹും തഫീലു മിനദ് ദംഇ മിമ്മാ അറഫു മിനൽ ഹഖ്, ആ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളെ മനസ്സിലാക്കിയതിനാൽ അവരുടെ തറാ അയ്യുനുഹും, അവരുടെ കണ്ണുകൾ നിനക്ക് കാണാം, തഫീലു മിനദ് ദം, കണ്ണുനീരിൽ ഒഴുകിപ്പോകുന്നത്, പൊട്ടിക്കരയും അവർ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേട്ടാൽ. ആ സഹാബത്തെ പേടിച്ചിട്ട്, മിമ്മാ അറഫു മിനൽ ഹഖ്, ആ സത്യം അവർക്ക് ബോധ്യപ്പെട്ടതിനാൽ, ഫയഖൂലൂന, എന്നിട്ട് അവർ പ്രാർത്ഥിക്കും റബ്ബിനോട്, റബ്ബന ആമന്ന, നാഥ ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഫക്തുബ്ന മാ ഷാഹിദീൻ, വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണമേ. ഖുർആന്റെ ആയത്തെ ഓതി കേൾക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നതാണ്, പടച്ചോനെ ഫക്തുബ്ന മാ ഷാഹിദീൻ, ഈമാൻ ഉൾക്കൊണ്ട ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. കരയുകയാണ് സഹാബത്ത്. അള്ളാഹുവിന്റെ സഹാബത്തിന്റെ ജീവിതവും മാത്രമല്ല, അള്ളാഹുവിന്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് നോക്കാം,
അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ലൗ തഅലമുന മാ അഅലം, ഞാൻ അറിയുന്ന പരലോകത്തെ കാര്യങ്ങൾ എനിക്കല്ലാഹു കാണിച്ചു തന്ന നരകവും എനിക്കല്ലാഹു കാണിച്ചു തന്ന ശിക്ഷയുമൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ലൗ തഅലമുന മാ അഅലം ലഹിക്തും ഖലീല, ജീവിതത്തിൽ നിങ്ങൾ വളരെ കുറച്ചേ ചിരിക്കുകയുള്ളൂ. വല ബക്കൈത്തും കസീറ, ധാരാളമായി നിങ്ങൾ കരയേണ്ടി വരും. അള്ളാഹുവിന്റെ പ്രവാചകൻ അറിയുന്ന കാര്യം, പരലോകത്തെക്കുറിച്ച് അറിയുന്ന കാര്യം, നരകത്തെക്കുറിച്ച് അറിയുന്ന കാര്യം, അവിടുത്തെ ശിക്ഷകളെ കുറിച്ച് അറിയുന്ന കാര്യം റസൂൽ അറിഞ്ഞതുപോലെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ, വളരെ കൂടുതൽ കരയും. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരെ ഓപ്പോസിറ്റാ. വളരെ കൂടുതൽ ചിരിക്കുകയും വളരെ കുറച്ച് മാത്രം കരയുകയും ചെയ്യണം. കാരണം നമുക്കൊരു പേടിയില്ല, അള്ളാഹുവിലേക്ക് മടങ്ങണമല്ലോ. അതെന്താ കാരണം? നേരെ മറിച്ച് നമ്മൾ കരയാറുണ്ട്. എപ്പോൾ? നമ്മുടെ കച്ചവടം പൊട്ടിത്തകർന്നപ്പോൾ, നമ്മൾ മരണത്തിലേക്ക് വഴുതിപ്പോകുന്ന രോഗത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. നമ്മളുടെ മക്കൾ വഴിതെറ്റിപ്പോയപ്പോൾ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കുടുംബം അവതാളത്തിലായപ്പോൾ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ സമയത്തൊക്കെ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ അറിഞ്ഞും അറിയാതെയും നിരവധി തിന്മകൾ ചെയ്ത നാം ഇന്നുവരെ കരഞ്ഞിട്ടില്ല. കച്ചവടം പൊളിഞ്ഞപ്പോൾ, ആരോഗ്യം കുറഞ്ഞപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നിട്ടുണ്ട്, അല്ലേ? അതുപോലെ തന്നെ കുടുംബം നഷ്ടപ്പെട്ടപ്പോൾ പല കാരണങ്ങളാൽ അപ്പോഴൊക്കെ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ അറിഞ്ഞും അറിയാതെയും നിരവധി തിന്മകൾ ചെയ്തിട്ടുണ്ട്. പടച്ചോന്റെ മുമ്പിൽ നിന്ന് വരെ കരഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ലാ തുക്സിർ അല്ലാഹ്, കൂടുതൽ ചിരിക്കല്ല. വിശ്വാസിയോട് പറയാ, ഫൈന കസറത്തല്ലാഹിക്ക് തുമീത്തുൽ ഖൽബ്, അധികരിച്ച ചിരിയുണ്ടല്ലോ, ആനന്ദം, അത് തുമീത്തുൽ ഖൽബ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ കൽബിനെ കൊന്നുകളയും. കൽബുണ്ടാവില്ല, നശിച്ചു. വല്ലാതെ ചിരിക്കുന്ന ആൾക്കാരെ കണ്ടില്ല നിങ്ങൾ? ഒരു 10-12 വയസ്സായ പെൺകുട്ടികൾ പുരയുണ്ടെങ്കിൽ, 4 അവരുടെ പൊളക്കലങ്ങനെ, അവരുടെ കൽബ് ചത്തുപോയതാ. അവരുടെ നിസ്കാരമൊന്നും അല്ല സ്വീകരിക്കൂല. കാരണം അത്രമാത്രം അവർ അള്ളാഹുവിൽ നിന്ന് അകന്നുണ്ടാവും. എപ്പോഴും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഭയമാണ് നമുക്ക് വേണ്ടത്. അത് നമുക്കില്ല. എന്നാൽ ചിരിക്കണ്ട എന്ന് റസൂല പറഞ്ഞില്ല. റസൂല പഠിപ്പിച്ചെന്താ? തബസ്സുമുക ഫീ വജീക സദഖ, നിന്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി സദഖയാണ്. പുഞ്ചിരിയാ വേണ്ടത്, അട്ടഹാസ ചിരി പാടില്ല. അത് കൽബിനെ കൊന്നുകളയും. കൽബുണ്ടാവില്ല അയാൾക്ക്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പിന്നെ ആരാ കരയാതിരിക്കുന്ന ആളുകൾ? അള്ളാഹ് പറഞ്ഞു, കൽബ് അള്ളാഹു കൊടുത്തു, പക്ഷേ ആർദ്രതയുള്ള കൽബായിരിക്കണം വിശ്വാസിക്ക്. എന്നാൽ ചില മനുഷ്യന്മാരുടെ കൽബിനെ പറ്റി അള്ളാഹ് പറഞ്ഞത്, സുമ്മ കസത്ത് കുലൂബുക്കും, ചില ആളുകളുടെ കൽബ് കടുത്തുപോയിരിക്കുന്നു. ഫഹിയ കൽ ഹിജാറ, അത് കല്ല് പോലെ, പാറക്കല്ല് പോലെ കടുത്ത ഹൃദയമുള്ള മനുഷ്യന്മാരുണ്ട്. എന്നിട്ടല്ല പറയാ, പാറക്കല്ലിനെ പറ്റി പറയാ. പിന്നെ ഔ അശദ്ദു കസ്വത്തൻ, പാറക്കല്ലിനേക്കാൾ കടുപ്പമുള്ള, ഒരു സങ്കടവും ഏശാത്ത, ഒരു പ്രയാസവും മനസ്സിലേക്ക് എത്താത്ത, മരിക്കാനായിട്ടുണ്ട് എന്ന് തോന്നിയിട്ട് പോലും നന്നാവാത്ത, ഒരുപാട് രോഗങ്ങൾ തന്നെ ആക്രമിച്ചിട്ടും തിരിഞ്ഞു നോക്കാത്ത, ഇനി അള്ളാഹുലേക്ക് മടങ്ങണമല്ലോ, ഒന്നും കയ്യിലില്ലല്ലോ എന്നാലൊക്കെ കരയാത്ത അവരെപ്പറ്റി അല്ല പറയാ കല്ലിനേക്കാൾ കടുപ്പ. കാരണം എന്താ? എന്നിട്ട് അല്ല പറയാ, വൈന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, കല്ലിൽ പോലും ചില കല്ലുകളിൽ നിന്ന് വെള്ളം പൊട്ടിപ്പുറപ്പെടും, അല്ലെ? ലമാ യതഫജ്ജറു മിൻഹുൽ, നദികൾ പൊട്ടിപ്പുറപ്പെടുന്ന കല്ലുകളുണ്ട്. വൈന്ന മിൻഹാ ലമാ യശഖഖു മിൻഹു, വെള്ളം ഉറവയായി പുറത്തേക്ക് വരുന്ന പാറക്കല്ലുകളുണ്ട്. ഇതൊന്നുമില്ലാത്ത മനുഷ്യന്മാരുണ്ട് എന്നല്ല പറയാം. എത്ര എന്തെല്ലാം അനുഭവിച്ചാലും, എത്ര അള്ളാഹു ശിക്ഷിച്ചാലും തിരിച്ചു വരാത്ത, അല്ലേ? ജീവിതത്തിൽ ഒരു നേരം പോലും അള്ളാഹുവിലേക്ക് തിരിഞ്ഞടക്കാത്ത 1000 ആളുകൾ അള്ളാഹു പടച്ച കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയുമുള്ള നിരവധി കുറ്റങ്ങളും തെറ്റുകളുമായി ജീവിക്കുന്ന നമ്മൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്താലോ? അള്ളാഹ് പറഞ്ഞെന്താ? തൂബു ഇലല്ലാഹ് തൗബത്തൻ നസുഹ, ആത്മാർത്ഥമായി നിങ്ങൾ അള്ളാഹുവിലേക്ക് മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തോളൂ. അത്തായിബു, തൗബ ചെയ്താലോ? കമൻ ലാ ദൻബലഹു, നിങ്ങൾ അറിഞ്ഞും അറിയാതെയും നിങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് മരിക്കുക. കമൻ ലാ ദൻബലഹു, ഒരു തിന്മയും മയ്യത്തിന്റെ കൂടെ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾക്കൊക്കെ ഒരുപാട് വന്നിട്ടില്ലേ? വല്ല കയ്യും കണക്കുണ്ടോ? ഇല്ല. വഞ്ചനുണ്ട്,
ചതിയുണ്ട്, അതുപോലെ തന്നെ കളവ് പറയാറുണ്ട്, അതുപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടാൻ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല, അള്ളാഹു വെറുക്കാൻ പറഞ്ഞ കാര്യങ്ങൾ വെറുത്തിട്ടില്ല. അങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. മയ്യത്ത് താടകെട്ടിയം കൊണ്ടുപോകുമ്പോഴേ അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പൊ അതിന്റെ മുമ്പ് കൽബിന്റെ അകത്തളത്തിൽ ഒരല്പം മാർദ്രത ഉണ്ടാവുകയും പടച്ചവനെ തെറ്റ് ചെയ്തു പോയി. അപ്പൊ എന്ത് വേണം? റസൂല പറഞ്ഞെന്താ? അവ്വിദു ബുക്കാക്കും, നിങ്ങൾ കരച്ചിൽ പതിവാക്കണം. എന്തിന്റെ കരച്ചിൽ? വെറുതെ എന്തെങ്കിലും സങ്കടം കേട്ട് കാര്യമല്ല, തൗബയുടെ കരച്ചിൽ. അത് അല്ലാഹ്ക്ക് ഭയങ്കര ഇഷ്ടാ. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു, എണ്ണിയാൽ തീരാത്ത കുറ്റങ്ങൾ, അള്ളാഹുവിനൊരു വെറുപ്പില്ല. അല്ലാഹ് പറയാ, ലൈസ ശൈഉൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഖത്രത്തൈൻ, രണ്ട് തുള്ളികൾ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടാ, ഭയങ്കര ഇഷ്ടാ. എന്താ? അസ്രൈനി, രണ്ടടയാളങ്ങളും രണ്ട് തുള്ളികളും അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ റസൂല പറയാ, ഖത്രത്തുൻ, അതിലൊരു തുള്ളി, ഖത്രത്തു ദുമൂഇൻ മിൻ ഖശ്യത്തില്ല, അള്ളാഹിനെ ഭയപ്പെട്ട് കരയുന്ന കണ്ണുനീര് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹു എന്തായാലും അവന്റെ തിന്മകൾക്ക് അള്ളാഹു മാപ്പ് കൊടുക്കാണ്ടിരിക്കൂല. കരയാൻ കഴിയില്ല, നമ്മൾ കരയും. ചിലവർ സീരിയൽ കണ്ടു കഴിയുന്നവരുണ്ട്, ചിലവർ സിനിമ കണ്ടു കഴിയുന്നവരുണ്ട്. പക്ഷെ അള്ളാഹുവിനെ ഓർത്ത് 7 വിഭാഗം ആളുകൾക്ക് നാളെ പരലോകത്ത് തണൽ നൽകും. അല്ലെ? സബഅത്തുൻ യുളില്ലുഹുമുല്ലാ യൗമ ലാ ലില്ല ഇല്ലാ ലിൽ, പടച്ചോന്റെ ലില്ലല്ലാണ്ട് തണലില്ലാത്ത ഒരു തണലുമില്ലാത്ത മഹ്ശറയിൽ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു തണൽ നൽകും. അതിൽ ഒന്നേതാ? ഒന്ന് റജുലുൻ, ഒരു മനുഷ്യൻ, അയാൾ എന്ത് ചെയ്തു? ദക്കറല്ലാഹ ഖാലിയൻ, ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് അള്ളാഹിനെ ഓർത്തു, അള്ളാഹിന്റെ ശിക്ഷയെ ഓർത്തു. ഫഫാലത്ത് ഐനാഹു, 2 കണ്ണിൽ നിന്നും കണ്ണുനീർ അടർന്നു വീണു. അവന്റെ പ്രതിഫലം എത്രയാണ്? ആരാരും തണലില്ലാത്ത മഹ്ശറാ നിലയത്തിൽ അവൻ അള്ളാഹു തണൽ നൽകും. അപ്പൊ നമ്മളുടെ കൽബിന് നമ്മൾ ആർദ്രതയുള്ളതാക്കണം, അള്ളാഹുവിലേക്ക് അടുപ്പിക്കണം, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഓർക്കണം, മരിച്ചാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് കരയാൻ സാധിക്കണം. അങ്ങനെ വന്നാൽ അള്ളാഹു ഭയങ്കരമായി ഇഷ്ടപ്പെടും. റസൂൽ പറയുന്നു, ഖത്രത്തു ദുമൂഇൻ മിൻ ഖശ്യത്തില്ല, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കണ്ണുനീർ പൊഴിച്ചാൽ അള്ളാഹുവിന് ആ വ്യക്തിയോട് ഭയങ്കര ഇഷ്ടമാണ്. ചില ആൾക്കാർ വെറുതെ കാര്യം, അഭിനയമല്ല ഇവിടെ പറഞ്ഞ്, കൽബിന്റെ അകത്തളത്തുനിന്ന് വരണം. അതും എല്ലാവരും ഉള്ളപ്പോഴല്ല. പള്ളിയിൽ കുറെ ആൾക്കാർ ഇരിക്കുമ്പോൾ ചില ആൾക്കാർ ഈ പ്രാവിന്റെ മാതിരി കുടുങ്ങും എന്നൊരു കാര്യം, അതല്ല ഇവിടെ പറഞ്ഞ്. അത് സാധാരണ ചില ആൾക്കാരുടെ അഭിനയമാണ്. അതല്ലാക്കറിയാലോ, കൽബറിയുന്നവനല്ലേ. കാരണം എന്താ? നമ്മളുടെ മനസ്സിന്റെ ഉള്ളന്തരാളം മന്ത്രിക്കുന്നത് പോലും അല്ലാഹ്ക്കറിയാം. അല്ലാഹ് പറഞ്ഞില്ലേ, വലഖദ് ഖലഖ്നൽ ഇൻസാൻ, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ മാനസം മന്ത്രിക്കുന്നത് എനിക്കറിയാം, അല്ലാഹ്ക്കറിയാം. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ഖണ്ഡനാടിയുണ്ടല്ലോ, ജീവനാടി, ഈ ജീവനാടിയേക്കാൾ അടുത്ത് ഞാൻ അള്ളണ്ട്. അതുകൊണ്ട് അള്ളാഹ്ക്കറിയാം. അപ്പൊ അഭിനയിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് വേണം, ഹൃദയത്തിന്റെ ഉള്ളറിഞ്ഞ് അള്ളാഹുവിന്റെ ശിക്ഷയെ ഓർത്ത് കരയണം. അപ്പോഴേ അള്ളാഹു ഇഷ്ടപ്പെടുള്ളൂ. ഇനി രണ്ടാമത്തെ തുള്ളി ഏതാ? അള്ളാഹുന്റെ റസൂൽ പറയാം, ഖത്രത്തു ദമിൻ, മറ്റൊരു തുള്ളി രക്തം, തുഹറാഖു ഫീ സബീലില്ല, അള്ളാഹുവിന് വേണ്ടി ചിന്തുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിന്തുന്ന ഒരു തുള്ളി രക്തം. അത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധരംഗത്തോ അല്ലാതെയോ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചിന്തുന്ന രക്തം അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഓമൽ അസ്റാനി, എന്നാൽ 2 അടയാളങ്ങളോ, അതും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. 2 അടയാളങ്ങളും 2 തുള്ളിയും. 2 തുള്ളിയിൽ 2 തുള്ളി നമ്മൾ പറഞ്ഞു. ഒന്ന് നമ്മൾ ഒഴിക്കുന്ന കണ്ണുനീർ, മറ്റൊന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം ചിന്തുന്ന രക്തത്തുള്ളി. ഇതും അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ? ഇനി എന്താ പറഞ്ഞത്? ഓമൽ അസ്റാനി, എന്നാൽ 2 അടയാളങ്ങളോ, ഫഅസ്റുൻ ഫീ സബീലില്ല, അള്ളാഹുവിന്റെ യുദ്ധഭൂമിയിൽ നിന്ന് വരുന്ന അടയാളം. യുദ്ധഭൂമിയിലൊക്കെ ചെന്നിട്ട് അവിടെ ചെന്നപ്പം അടയാളം ചിലപ്പോൾ വെട്ടുകൊണ്ടാവാം അടയാളം, അല്ലെങ്കിൽ അമ്പ് കയറിയതാവാം, അല്ലെങ്കിൽ മിസൈൽ അടിച്ചതാവാം, എന്താവട്ടെ, ഏതടയാളമായാലും ഫഅസ്റുൻ ഫീ സബീലില്ല വഅസ്റുൻ ഫീ ഫരീദത്തിൻ മിൻ ഫറായില്ല, അള്ളാഹുവിന്റെ ഫർലായ നിർബന്ധ കാര്യങ്ങൾ നിർവഹിച്ചതിന്റെ അടയാളം. അതും അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമുക്കൊക്കെ കാലിന്റെ മുകളിലും മുട്ടിന്റെ മുകളിലും ഒക്കെ സുജൂദ് ചെയ്തതിന്റെ അടയാളമില്ലേ? ഇല്ലേ?
അതുപോലെ സുജൂദ് ചെയ്ത തയമ്പുണ്ടാവും ചിലവർക്ക് അല്ലേ. ചില സ്കിന്നിന് വേഗം വരും, ചില സ്കിന്നിന് അങ്ങനെ വരില്ല. ആ അടയാളം അല്ലാഹ്ക്കറിയാം. അപ്പം 5 നേരം കൃത്യമായി അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് സുജൂദ് ചെയ്തതിന്റെ അടയാളവും അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ള പറയാം, 2 കണ്ണുകളുണ്ട്, നരകം സ്പർശിക്കുകയില്ല, അയാൾ നരകത്തിൽ ഉണ്ടാവുകയില്ല. അതാരാ ആ മനുഷ്യൻ? റസൂലുള്ള പറയാ, ഐനാനി, 2 മനുഷ്യന്മാരുടെ കണ്ണുകൾ, ലാ തമസ്സഹുമന്നാർ, ആ 2 കണ്ണുകളെ, ആ 2 മനുഷ്യന്മാരെ നരകം സ്പർശിക്കുകയില്ല. അതാരാ? ഒന്ന് ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ കണ്ണ്, ഓ നരകത്തിൽ ഉണ്ടാവില്ല. വ ഐനുൻ ബാത്തത്ത് തഹ്റുസുഹു ഫീ സബീലില്ല, 2ാമത്തെ കണ്ണ് ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണ്. ഇപ്പൊ യുദ്ധരംഗത്തൊക്കെ ഉറക്കമൊഴിക്കുന്ന സഹാബികളുണ്ട്. അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിക്കാറുണ്ട് അല്ലേ. ഇപ്പൊ രാത്രി നമസ്കാരം തഹജ്ജുദ് നിർവഹിക്കുമ്പോഴൊക്കെ രാത്രി ഉറക്കമൊഴിയും. അത് അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിലാണ്. അതിന് ആ കണ്ണുകളും ഉണ്ടാവില്ല, നരകം സ്പർശിക്കുകയില്ല. റസൂലുള്ള മറ്റൊരു ഹദീസ് പറയുന്നു, ലാ യലിജുന്നാർ റജുലുൻ ബക്കാ മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും നരകത്തോർത്തുകൊണ്ടും മരിക്കണമല്ലോ, ഒന്നും കയ്യിലില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞ വ്യക്തി, അയാൾ നരകത്തിൽ കിടക്കൂല. ഏതുവരെ? ഹത്താ യഊദൽ ലബൻ ഫിൽ അർ, കറന്നെടുത്ത പാല് ആടിന്റെ അവിടിലേക്ക് തന്നെ ചെന്ന് കയറാൻ ഏത് കാലത്ത് കഴിയും? ആ കാലത്തെ ഈ മനുഷ്യൻ നരകത്തിൽ കിടക്കും. ഏത്? അള്ളാഹിനെ ഓർത്ത് കരഞ്ഞ വ്യക്തി നരകത്തിൽ കിടക്കണമെങ്കിൽ കറന്നെടുത്ത പാല് വീണ്ടും ആടിന്റെ അകിടിലേക്ക് കയറുന്ന ഒരു കാലം വരണം. അങ്ങനെ കാലം ഉണ്ടാവില്ല, അതായത് അസംഭവ്യം എന്നർത്ഥം. അള്ളാഹിനെ ഓർത്ത് കരഞ്ഞ കണ്ണ് നരകത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് കരയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്കിതുപോലെ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും സഹാബത്തിന്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഖാലലി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയാം, ഖാലലി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ, എനിക്കൊന്ന് ഖുർആൻ ഓതി തരണം. ആരാ പറയുന്നു? റസൂലുള്ള പഠിപ്പിച്ചെടുത്ത ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കൊന്ന് ഖുർആൻ ഓതി തരണം. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അഖ്റ അലൈക, ഞാൻ നിങ്ങൾക്ക് ഖുർആൻ ഓതി തരേ? വ അലൈക ഉൻസില, നിങ്ങൾക്കല്ലേ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്, ആ ഖുർആൻ ഞാൻ നിങ്ങൾക്ക് ഓതി തരേ? അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഖാല ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാനല്ലാത്തൊരാളുടെ നാവിൽ നിന്ന് ഖുർആൻ കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഖുർആൻ പാരായണം അത്ര മനോഹരമാണ്, അത്ര മധുരതരാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് റസൂൽ ഇടയ്ക്കിടയ്ക്ക് ഖുർആൻ ഓതിത്തരാൻ പറയും. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? റസൂലുള്ളാഹിന്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞപ്പോൾ റസൂൽ അദ്ദേഹം എന്ത് ചെയ്തു? ഫഖറഅതു അലൈഹി സൂറത്തുൻ നിസാ, ഞാൻ സൂറത്തുൻ നിസാ നബിയുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചു. സൂറത്തുൻ നിസാ. അങ്ങനെ ഹത്താ ജീത്തു ഇല ആറിയില്ലായ നിസാ ഓതി ഓതി ഞാൻ ഈ ആയത്തിലെത്തി. ഏതായത്ത്? ഖുർആൻ പറഞ്ഞു, ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദാ വജീനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. സൂറത്തുൻ നിസായിലെ ഈ ആയത്തെത്തി. ഏതായത്ത്? ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിഷഹീദ്, ഷഹീദായിട്ട് സാക്ഷികളായി എല്ലാ ഉമ്മത്തിനും അവരവരുടെ പ്രവാചകന്മാരെ പരലോകത്ത് കൊണ്ടുവരും. എല്ലാ പ്രവാചകന്മാരും അവരുടെ ഉമ്മത്തുമായിട്ട് പരലോകത്ത് വരും. എങ്ങനെയാണ് ഈ സമൂഹത്തെ സമുദ്ധരിക്കാൻ അധ്വാനിച്ചത് എന്ന കാര്യം അവർ മറുപടി പറയണം. ഷഹീദ, മുഹമ്മദ് മുസ്ലിം ഉമ്മത്തിന്, ഈ അവസാന ഉമ്മത്തിന് സാക്ഷിയായി നിന്നെ കൊണ്ടുവരും എന്ന ആയത്തെത്തി. റസൂലുള്ളാഹി സാക്ഷിയട്ടോ, പ്രതിയല്ല, സാക്ഷിയായി നിന്നെ കൊണ്ടുവരും എന്ന ആയത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു, ഹസ്ബുക്ക, നിർത്തിക്കാളിഞ്ഞ് കേൾക്കാൻ കഴിയില്ല, കരിയാ, ഇനി കേൾക്കാൻ കഴിയില്ല. കാരണം സാക്ഷിയായി, നമ്മളെ സാക്ഷിയായിട്ട് റസൂലുള്ളാഹി പരലോകത്ത് വരുന്നതെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല, ചിന്തിക്കാൻ കഴിയുന്നില്ല. പ്രതികൾ നമുക്കൊരു പേടിയില്ല, നമ്മൾ കരയാറുമില്ല, നമ്മൾ ചിന്തിക്കാറുമില്ല, നമ്മളങ്ങനെ ജീവിക്കാൻ. നമ്മൾ എഴുക്കുലൂൻ മുന്തിയ ഭക്ഷണം തിന്നുന്നു, പൊട്ടിത്തെറിച്ചതും പൊട്ടിത്തെറിക്കാത്തതും ചിക്കൻ പല ജാതിയും അല്ലേ, എന്നിട്ട് അതിന്റെ മജിയും പറഞ്ഞ് നടക്കുക ചെയ്യാം അല്ലെ. എഴുക്കുലൂൻ ഓ എത്തമത്തവും സൂഹിക്കുന്നു, നമ്മളെ പണി അതാ. സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. അവർക്കോ ഒന്നാറും അസ്വല്ലഹും, അവർക്കുള്ള സങ്കേതമാണ് മരിക്കുന്നവരെയല്ലേ, കുറഞ്ഞ കുറിപ്പിട്ട കാലല്ലേ ഇത് തിന്നുള്ളൂ, സൂഹിക്കുള്ളൂ.
പക്ഷേ അത് കഴിഞ്ഞാൽ ഒന്നാറു മസ്വല്ലവും, നരകം അവർക്കുള്ള അഭയകേന്ദ്രം. ഇപ്പൊ മയ്യത്താണ്ട് കൊണ്ടായാൽ മതി. നമ്മളിവിടുന്ന് 3 തുണി പൊയിഞ്ഞ് നല്ല സെന്റൊക്കെ പറ്റി അല്ലേ ഖബറവിടെ കൊണ്ടുപോയി വെച്ചു കൊടുക്കും. പിന്നെന്തായത് നമ്മൾ അറിയില്ല. അയാൾക്കൊരു ജീവിതമുണ്ട്, അയാൾ തുടങ്ങിയ ജീവിതം. മരണം ജീവിതം തുടങ്ങുകയാണ്. ഇപ്പോഴൊന്നും തുടങ്ങിയില്ല. ഇപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ട്രെയിനിങ്ങിലാ. ദുനിയാവ് ട്രെയിനിങ് അല്ലേ? എന്തിനല്ലേ? അള്ളാഹു എന്താ പറഞ്ഞത്? അള്ളാഹു ഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഇവിടെ ജീവൻ തന്നത് ആരാണ് ഏറ്റവും നന്നായി അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നത് പരിശോധിക്കാനാണ്. ഒരു പരീക്ഷണ സ്ഥലം അത്. അല്ലാണ്ട് ഇവിടെ സുഖിക്കാനുള്ളതല്ല. പക്ഷെ നമ്മളെ വിചാരോ ഇവിടെ സുഖിച്ചേ അടങ്ങുന്ന. എങ്ങനെയെങ്കിലും സുഖിക്കണം. ഇനി ഒരു പണിയില്ലെങ്കിലോ ഒന്ന് ഉയ്യാൻ പോയാലോ. ഒരു പണിയില്ല, കുറച്ച് പൈസ കൈമലുണ്ട്. അപ്പൊ ബലെന്ത് പറയും? സുഖചികിത്സ അല്ലെ? കണ്ടില്ലേ? ഞാൻ ഇതൊന്നും ചെയ്യണില്ല കേട്ടോ. കുറ്റം പറഞ്ഞു. രോഗം ഉണ്ടോ? ഉയ്യാൻ പോയിക്കോ. ഒരു രോഗവും ഇല്ലാണ്ടേ ഒന്ന് സിസ്പേക്കാക്കണം. പെണ്ണുങ്ങൾ ഉയ്യാൻ ആണുങ്ങളായാലും ആണുങ്ങൾ ഉയ്യാൻ പെണ്ണുങ്ങളായാലും അവിടെ പോവുകയാണ്. അതും ഒരു സുഖ അല്ലേ? ഒരുപാട് സ്ഥലങ്ങളുണ്ട് സുഖിക്കാനുള്ള. അപ്പൊ ആ സുഖം തേടി പോവുകയാണ്. അവസാനം മരിക്കുന്ന സമയം അടുക്കുമ്പോഴാണ് എന്താ പറയാ, വെറും കരച്ചില. കുട്ടികളെ കൈയൊക്കെ പിടിച്ച് കരിയും. പോവുകയാണെന്നുള്ളത് പറയാൻ. മൂപ്പര് എന്തോ ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നും ഉണ്ടാക്കി വെച്ചില്ല. യാത്ര ആവുക. അവനുണ്ടാക്കിയ മനോഹരമായ പടുത്തുയർത്തിയ ഭവനങ്ങളിൽ നിന്ന് അവന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അവന്റെ കയ്യിൽ ഒന്നുമില്ല. ആകെ ഈ 3 തുണിയും സുജൂൻ ജവങ്ങളിൽ വെച്ച പഞ്ഞിയും, വേറൊന്നും അവന്റെ കൈമില്ല. വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ വമാ അമറു മിൻ മൻസിലിൻ ലല്ല ഖാലിയ. ഉണ്ടാക്കിയ വീടോ 1000 ആൾക്ക് താമസിക്കാൻ പറ്റാവുന്ന സൗകര്യത്തോട്ടുള്ള വീടുണ്ടാക്കി. എന്നിട്ട് ആ വീട്ടിൽ നിന്ന് അന്ത്യവുമായി പടി ഇറങ്ങുമ്പോണ്ടാണ് അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഞാനും നിങ്ങൾ ഉണ്ടാക്കിയ പുരല്ലേ, ആ പുരേന്ന് നമ്മളെ മയ്യത്ത് അങ്ങോട്ട് ഇറങ്ങുകയാണ്. എന്തുണ്ട് കൂടെ? ഒന്നുമില്ല. ശുദ്ധശൂന്യമായ കൈകളുമായി പോകാൻ കരച്ചിൽ വരൂലേ? ആർക്കാ കരയാണ്ടൊക്കെ കയ്യ? ഒന്നും കയ്യിലില്ല അവിടെ കൊടുക്കാൻ. അത് ഓർക്കണ്ടേ? സഹാബത്ത് യഖൂമൂൻ യസൂമൂൻ യതസദ്ദഖൂൻ, എന്നിട്ടും അവർ ഇതൊക്കെ ചെയ്തിട്ടും അവർ അള്ളാഹു സ്വീകരിക്കുകയില്ലേ എന്ന് ചിന്തിച്ച് കരയുന്നു സഹാബത്ത് അല്ലേ? അപ്പൊ നമ്മളുടെ മനസ്സ് എപ്പോഴും ആർദ്രതയുള്ളതാവുകയും അള്ളാഹുവിലേക്ക് അടുത്ത് നിൽക്കുകയും ചെയ്യണം. മരണത്തിനോട് അടുക്കാറായി നമ്മളൊക്കെ അല്ലേ? അപ്പൊ നമുക്കൊക്കെ ഏതായിരുന്നാലും നമ്മൾ അതിനു വേണ്ടി തയ്യാറാവണം, ഒരുങ്ങി നിൽക്കണം. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തോതിയപ്പോഴേ സാക്ഷിയായി വരുന്നത് കേട്ടപ്പോൾ റസൂല നിർത്താൻ പറഞ്ഞു. ഇനി അതിന്റെ ബാക്കി ഭാഗം കേട്ടു നോക്കിയത്. അപ്പോൾ റസൂല നിർത്താൻ പറഞ്ഞു. അത് നിർത്താൻ പറഞ്ഞപ്പം അദ്ദേഹത്തിന്റെ ഇടറിയ ശബ്ദം കേട്ടപ്പം ഫൽതത്തു, ഞാൻ തിരിഞ്ഞു നോക്കി ഇലൈഹി, പ്രവാചകനിലേക്ക്. അപ്പോഴോ ഫൈദ ഐനാഹു തദ്രിഫാൻ, 2 കണ്ണിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകുകയാണ്. എന്തിന്? സാക്ഷിയായി വരുന്നത് ആലോചിച്ചിട്ട്. ആലോചിച്ച് നോക്കിയുള്ളൂ. റസൂലിന്റെ കരിയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഷഹീർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമ്പോൾ അദ്ദേഹം കയറി വന്നു. അദ്ദേഹം പറയാണ്, അത്തൈത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുസല്ലി, നബി നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പള്ളിയിലേക്ക് എത്തി. നബി നമസ്കരിക്കുക. വലി ജൗഫിഹി അസീസുൻ കഅസീസിൽ മിർജൽ മിനൽ ബുക്കാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രാത്രിയിലെ നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒലി ജൗഫിഹി, അദ്ദേഹത്തെ ഉള്ളന്തരാളത്തിൽ അസീസുൻ, ഒരു തിളക്കലുണ്ട്. നിസ്കരിക്കുമ്പോഴേ കൽബ് തിളക്കുക. അസീസുൻ കഅസീസിൽ മിർജൽ, ചീനച്ചട്ടിയിൽ സാധാരണ വെളിച്ചെണ്ണ തിളക്കുന്നത് പോലെ റസൂലുള്ളാഹിന്റെ കൽബ് തിളക്കുകയാണ്. എന്ത് കാരണത്താൽ? മിനൽ ബുക്കാ, കരച്ചിൽ കാരണത്താൽ. ആരാണ്? അഷ്റഫുൽ ഖൽക്ക്. നമ്മളോ? ചിന്തിക്കണ്ടേ? പോണതിന്റെ മുമ്പല്ലേ ചിന്തിക്കാൻ പറ്റൂ? ഇപ്പോഴല്ലേ ചിന്തിക്കാൻ പറ്റൂ? മയ്യത്താണ്ട് എടുത്ത് കെടുത്തിയതിന്റെ ശേഷം ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് അപ്പറ്റി ചിന്തിക്കാനും കഴിയില്ല, സമയവുമില്ല, എല്ലാം കഴിഞ്ഞ്. അതിന്റെ മുമ്പ് ബെല്ലടിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചാൽ കേട്ടോ. ഇത് ഞാൻ പറയുന്നത് എന്റെയും നിങ്ങളുടെയും സ്വന്തം ജീവിതത്തിലേക്ക് വെളിച്ചം വീശാൻ വേണ്ടിയാണ്. ധീരനായ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയാം, കാട്ടുപോക്കിരിയാണ്. ഇസ്ലാമിന്റെ മുമ്പിൽ മാത്രമാണ് അദ്ദേഹം നിന്നിട്ടുള്ളൂ. വേറൊരു രംഗത്തും അദ്ദേഹം അതിശക്തനാണ്. വിശുദ്ധ ഖുർആൻ ഓതിക്കേട്ടാൽ അവിടെ നിൽക്കും. എത്ര കാട്ടുപോക്കിയായി വന്നാലും വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ എങ്ങനെയാണോ പറഞ്ഞത് അത് ഓതിയാ മതി, അപ്പം
കാന ഉമർ വക്കാഫൻ ഇന്ത കിതാബില്ല. അള്ളാന്റെ ഖുർആന്റെ മുമ്പിൽ മാത്രമേ നിൽക്കൂ, വേറെ ആരെ മുമ്പിൽ നിൽക്കൂല, ഒരു വാളിന്റെ മുമ്പിൽ നിൽക്കൂല. മൂർച്ചേറി ഇരുതല മൂർച്ചയുള്ള വാളുമായി ഉമറിന്റെ നേരെ അടുത്താൽ ഉമറുല്ലാന് വാളിന്റെ നേരെ തിരിയും. പക്ഷെ ഖുർആന്റെ ആയത്തോടെ കേട്ടാൽ അവിടെ നിൽക്കും. അത്ര ധീരന. എന്നാൽ അദ്ദേഹം ഒരു ദിവസം ഖുർആൻ ഓതിയിട്ട് ഖുർആന്റെ ആയത്ത് കേട്ടിട്ട് 20 ദിവസം അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നു. മഹാനായ ഉമറുല്ലാന് 20 ദിവസം നെഞ്ചുവേദന അനുഭവിക്കേണ്ടി വന്ന നിങ്ങൾക്കറിയോ? അദ്ദേഹം ഓതിയതറിയോ? ഇന്ന അദാബ റബ്ബിക ലവാഖി, അള്ളാഹിന്റെ ശിക്ഷ വരാനുള്ളതാണ്. മാലഹു മിൻ ദാഫ്, അത് തടുക്കാൻ ലോകത്താർക്കും കഴിയുകയില്ല. യൗമ തമൂറു സമാഉ മൗറ, ആകാശം ആടി ഉലയുന്ന ദിവസമാണ്. വതസീറുൽ ജിബാലു സൈറ, ഭീമാകാരമായ പർവ്വതങ്ങൾ യാത്ര ചെയ്യും ഭൂമിയിൽ. അങ്ങനെ ഒരു ദിവസമുണ്ട്. ഈ ആയത്തങ്ങോട്ട് ഓതിയിട്ടേ പിന്നെ ഓതാൻ കഴിയുന്നില്ല. അദ്ദേഹം കിടന്നുപോയി. നമ്മൾ ഈ ആയത്തൊക്കെ ഓതാറുണ്ട്. കിടന്നുപോയി. 20 ദിവസത്തോളം നെഞ്ചുവേദന അനുഭവിച്ച അദ്ദേഹം കിടന്ന്. അപ്പം എത്രമാത്രം ആ ഖുർആന്റെ ആയത്തുമായി ഉമറുല്ലാൻ ലയിച്ചു ചേർന്നു അല്ലേ? അതാണ് സഹാബത്ത്. അതാണ് പറഞ്ഞത്, ഇദാ സമിഉ മാ ഉൻസില റസൂൽ, അള്ളാഹിന്റെ പ്രവാചകന് വിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങിയത് അവതരിപ്പിക്കപ്പെട്ടത് അവർ കേട്ടാൽ തറ അയ്യുനുഹും തുഫീലു മിനദ് ദം, അവരുടെ കണ്ണുകൾ പൊട്ടി പൊട്ടിക്കരയും. മിമ്മാ അറഫു മിനൽ ഹഖ്, അവർ ഈ ഖുർആനിൽ ഉൾക്കൊള്ളുന്ന സത്യം മനസ്സിലാക്കിയതിനാൽ. എന്നിട്ട് അവരെന്താ പറഞ്ഞത്? ഫയഖൂലുന റബ്ബന ആമന്ന, നാഥ ഞങ്ങൾ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മുഴുവൻ വിഷയങ്ങളും വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ ഈമാനുള്ളവരാണല്ലാ, അതുകൊണ്ട് ഫക്തുബ്നാ മാ ഷാഹിദീൻ, ഈമാനുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും പടച്ചോനെ നീ ഉൾപ്പെടുത്തണേ. ആ പ്രാർത്ഥനയാണ് എനിക്കും നിങ്ങളോട് നിർവഹിക്കാനുള്ളത്. അള്ളാഹു നമ്മയെല്ലാം ഈമാനുള്ളവരിൽ ഉൾപ്പെടുത്തുകയും വന്നുപോയ അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കുകയും ഇസ്തിഗ്ഫാർ ചോദിക്കുകയും അങ്ങനെ ഇസ്തിഗ്ഫാർ ലഭ്യമാവുകയും ചെയ്യുന്ന മുത്തഖീകളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. യാത്ര ചെയ്യുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ട യാത്ര, അവസാനത്തെ യാത്ര അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് നടത്താൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും അനുഗ്രഹവും തൗഫീഖും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الطيبين الطاهرين. أيها الإخوان والأخوات أوصيكم ثانيا وإياي بتقوى الله. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പരമാവധി ശ്രദ്ധിച്ചും വിശുദ്ധ ഖുർആനെ അടുത്തറിഞ്ഞും അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടും ജീവിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഒരിക്കൽ അബ്ദുല്ലാ ഇബ്നു റവാഹ അദ്ദേഹം ഒരു ദീർഘയാത്ര കഴിഞ്ഞ് വീട്ടിലേക്കെത്തി. ദീർഘയാത്ര കഴിഞ്ഞ് വീട്ടിലെത്തി അദ്ദേഹം വിശുദ്ധ ഖുർആൻ എടുത്തു. അങ്ങനെ ഖുർആൻ ഓതുകയാണ്. അദ്ദേഹം വഇന്ന മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ലിയ. എങ്ങനെ ജീവിച്ചാലും, നല്ലവരായി ജീവിച്ചാലും മോശപ്പെട്ട തമ്മാടിയായി ജീവിച്ചാലും പരലോകത്തെത്തിയാൽ ഓരോരുത്തരും വഇന്ന മിൻകും ഇല്ലാ വാരിദുഹാ, ആ നരകത്തിന്റെ മുമ്പിൽ വന്നു നിൽക്കണം. ആദ്യം സ്വർഗത്തിൽ പോണതിന്റെ മുമ്പ് നരകം ഒന്ന് കാണണം. ഇവിടെ എന്താ അനുഭവിക്കുന്നത് കാണണ്ടേ, എന്നിട്ടല്ലേ സ്വർഗത്തേക്ക് പോണ്ടേ? അത് വരാണ്ടക്കൂല. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ലിയ, അത് അള്ളാഹുവിന്റെ നിർബന്ധമായ അള്ളാഹുവിന്റെ വിധിയാണ്. എന്ത്? നരകത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുക എന്നുള്ളത്. അവിടെ നിന്ന് വന്ന് നിൽക്കണം, എന്നിട്ടേ പോവുള്ളൂ. ആ ആയത്ത് അദ്ദേഹം ഓതി. രാത്രി ദീർഘയാത്ര കഴിഞ്ഞ് വന്നതാണ്. അപ്പൊ അദ്ദേഹം ആ ആയത്താണ്ട് ഓതിയിട്ട് ഫബക്ക അബ്ദുല്ലാ ഇബ്നു റവാഹ, അബ്ദുല്ലാ ഇബ്നു റവാഹ ഈ ആയത്ത് ഓതിയപ്പോൾ കരഞ്ഞു. അപ്പൊ തന്റെ ഭാര്യ പറയാണ് ബക്കൈതു ലി ബുക്കായിഹി, അദ്ദേഹം കരഞ്ഞപ്പോൾ ഞാനും കരഞ്ഞുപോയി. ജീവിത പങ്കാളിയാണല്ലോ. ഭർത്താവ് ദീർഘയാത്ര കഴിഞ്ഞ് വന്ന് ഖുർആൻ ഓതി കരയുന്നത് കണ്ടപ്പോൾ ഭാര്യയും കരഞ്ഞുപോയി. കരച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭാര്യ ചോദിച്ചു ഫലിമ തബ്കി, എന്താ നിങ്ങൾ കരഞ്ഞു ചോദിച്ചു അബ്ദുല്ലാഹി ഇബ്നു റവാഹയോട്. എന്താ നിങ്ങൾ കരയാൻ കാരണം? അപ്പൊ അദ്ദേഹം പറയാം ഒമാ അതിരി അന നാജിം മിൻഹ, ആ നരകത്തിൽ ഞാൻ രക്ഷപ്പെടുമോ എന്ന് എനിക്കറിയില്ല. മാ അതിരി അന നാജിം മിൻഹ അംല, രക്ഷപ്പെടൂല എനിക്കറിയില്ല. അത് ആലോചിച്ച് കരഞ്ഞാല ഉണ്ട്. നബി മാത്രമല്ല, സഹാബത്തും അതുപോലെ തന്നെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി തഹജ്ജുദ് നമസ്കരിച്ചപ്പം
ഒരൊറ്റ ആയത്തിന്റെ ഒരു ഭാഗം നേരം വെളുക്കോളം നബി ഓതി കരഞ്ഞുകൊണ്ട്. വേറെ ആയത്തിലേക്ക് കിടക്കുന്നില്ല. കാരണം അത്രമാത്രം നബി വേദനിച്ചു പോയി. ഏതായിരുന്നു സഹാബത്ത് നബി കരയുന്നത് കേട്ട് ഓടിക്കൂടി. എന്താ നബി ഇങ്ങനെ കരയുന്നതെന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ നബി ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്ത്, ഇൻ തുഅദ്ദിബ്ഹും, അല്ലാഹുവേ നീ മനുഷ്യന്മാരെ ശിക്ഷിക്കുകയാണെങ്കിൽ ഫൈന്നഹും ഇബാദക്ക, അവർ നിന്റെ ദാസന്മാരാണല്ലോ, നമ്മളെ ശിക്ഷിക്കുന്നത് ആലോചിക്കുക നബി നിസ്കാരത്തിലെ. പടച്ചോനെ, ഈ ദാസന്മാരെ മുഴുവൻ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അത് നിന്റെ ദാസന്മാരല്ലേ. അതുകൊണ്ട് വൈൻ തഗ്ഫിർ ലഹും, പടച്ചോനെ നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിലോ ഫൈന്നക അൻതൽ അസീസുൽ ഹക്കീം, അല്ലാഹുവേ നീ പ്രതാപശാലിയും തത്വജ്ഞാനിയുമാണ്, പുറത്തു കൊടുക്കണേ. അത് നമ്മളുടെ കാര്യം ആലോചിച്ച് നബി കരിയ. നേരെ വെളുക്കോളം ഈ ഒരൊറ്റ ആയത്ത് ഓതിയിട്ട് വേറെ ആയത്തിലേക്ക് നബി കടന്നില്ല. എന്താ കാരണം? അത്രമാത്രം അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർ നമസ്കാരത്തെയും ഖുർആനെയും കണ്ടത്. അതുകൊണ്ട് നമ്മളും ആ നിലക്ക് അള്ളാഹുലേക്ക് അടുക്കണം. അങ്ങനെ ദീനിന്റെ എല്ലാ നിയമങ്ങളും മനസ്സിലാക്കി പഠിച്ച് ജീവിതത്തിൽ പകർത്തണം. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ വിശ്വാസിയാകുകയുള്ളൂ. നമുക്കറിയാലോ ഖുർആൻ പറഞ്ഞെന്താ, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ വജിലത്ത് ഖുലൂബുഹും, മനസ്സ് പടയണം, അപ്പോഴേ വിശ്വാസിയാവും. അല്ലാഹ് എന്ന് പറയുമ്പോഴും പടച്ചോനെ എല്ലാം അറിയുന്ന, എൻ്റെ എല്ലാ രഹസ്യ പരസ്യങ്ങളും അറിയുന്ന, എന്നെ നാളെ പരലോകത്ത് വിചാരണ ചെയ്യുന്ന, എന്നെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ആനയിക്കുന്ന അല്ലാഹ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് എത്ര പ്രാവശ്യം അല്ലാഹ് പറഞ്ഞാലും നമുക്കൊന്നുമില്ല ഉണ്ടോ. ഇന്നമൽ മുഅ്മിനൂൻ, വിശ്വാസികൾ താഴെ പറയുന്നവർ മാത്രമാണ്. ആരാ? അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത്ത് ഖുലൂബുഹും, മനസ്സ് പടയും, കരയും. വഇദാ തുലിയത്ത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഇന്ന ശിക്ഷയുണ്ട്, ഇന്ന പ്രയാസമുണ്ട് എന്ന് അവരുടെ മുമ്പിൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാനാ, അവരുടെ ഈമാൻ ഇരട്ടിയായി വർദ്ധിക്കും. ചിലർക്കോ ഖുർആന്റെ ആയത്ത് കേട്ടാൽ പൊട്ടൽ നീട്ടിയ, അതുപോലെ എത്ര ആയത്ത്, നമ്മളെത്ര ആയത്ത് കേട്ട് നമ്മൾ നന്നാവൂല. അങ്ങനെയാണോ വേണ്ടത്? പറ്റില്ല. ഒരിക്കൽ ഒരാൾ വന്ന് ഹസൻ ബിൻ അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു, അന റജുലുൻ ആസ്, ഞാനൊരു തമ്മാടിയായ മനുഷ്യനാണ്, എനിക്ക് നന്നാവണമെന്നുണ്ട്, അതുകൊണ്ട് ഫൈലിനി എന്നെങ്ങളൊന്ന് ഉപദേശിക്കണം എന്ന് ഹസൻ ബിൻ അലിയോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഇപ്പം പറയാൻ സമയമില്ല. ഒരു കാര്യം പ്രത്യേകം അദ്ദേഹം ഉണർത്തി. എന്താ പറഞ്ഞറിയോ? ഇഫ്അൽ മാ ശിഅ്ത, നിനക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ലാ തേക്കുൽ മിൻ ഫി അർളില്ല, അള്ളാന്റെ ഭൂമിയിൽ തിന്നരുത്. എനിക്ക് തമ്മാടുത്ത ചെയ്യാം, അള്ളാന്റെ ഭൂമിയിൽ നിന്ന് അള്ളാന്റെ വസ്തുക്കൾ തിന്നരുത്. എന്നിട്ടോ ഇഷ്ടമുള്ള തോന്നിയാസൊക്കെ ചെയ്തു നിർത്താൻ അപ്പൊ കഴിയും. അള്ളാന്റെ ഭൂമിയിൽ നിന്നുള്ള തിന്നുണ്ട്, എന്നിട്ടല്ല തോന്നിയാസുണ്ട്. ലാ തേക്കുൽ മിൻ അർളില്ല, അള്ളാന്റെ ഭൂമിയിൽ തിന്നണ്ട. ഹസൻ ബിൻ അലി അള്ളാന്റെ ഒന്നാമത്തെ ഉപദേശം. ആ ഒന്നാമത്തെ ഉപദേശത്തിന് എന്തുണ്ട്? വളരെ കൃത്യമായി നന്നാവാനുള്ള വഴിയാണ്. നീ അള്ളാന്റെ ഭൂമിയിൽ നിന്ന് മുഴുവൻ തിന്നിട്ടാണ് എനിക്ക് തോന്നിയാൽ ചെയ്യാൻ തോന്നുന്നത്. ആരോഗ്യം കൂടിയിട്ടാണ് അല്ലേ? നമ്മൾ കൊഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ആർക്കും തോന്നിയാൽ ചെയ്യാൻ കഴിയോ? നമുക്ക് അല്ലാഹു ആരോഗ്യം തന്നു, നമ്മൾ സുഖമായി ഭക്ഷിച്ചു, നമ്മൾ അഹന്തയോടുകൂടി അഹങ്കാരത്തോടുകൂടി തല നിവർത്തി നടന്നു അല്ലേ? അപ്പോഴല്ലേ നമുക്ക് തോന്നിയാൽ ചെയ്യാൻ കഴിയുന്നത്. അല്ലാഹു നമ്മളെ എടുത്ത് കെടുത്തിയാലോ? രണ്ട് കൈയും കാലും കൊയ്യാൻ ഒരാവശ്യമില്ല, രാത്രി കിടക്കുമ്പൊന്നുമില്ല, നേരം വെളുത്തവും കൊഴിഞ്ഞു പോകും അല്ലേ? രോഗങ്ങൾക്ക് പേര് പറയാൻ നമുക്കറിയാം. അപ്പോഴേക്കെന്തായി? പിന്നെ 4-5 കൊല്ലം കോമയിൽ കിടന്നു എന്നറിയാം. കോമയില്, ബികോമിലട്ടോ, ബികോം കിട്ടാൻ വേണ്ടിയാണ് 5 കൊല്ലം മാതാപിതാക്കൾ കിടന്ന് കഷ്ടപ്പെടുന്നത്. ആ കുട്ടി എന്നെ കോമായി കിടക്കുമ്പോഴോ ആരുമില്ല. എല്ലാവരുടെയും സ്ഥിതിയാണ്. നാളെ നമ്മൾ ഹാലതാണ്. വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, അള്ളാഹ് എന്ന് പറയുമ്പോഴേക്കും മനസ്സ് പിടയുന്ന ഒരു മനസ്സിലേക്ക് നമ്മൾ മാറണം. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഈമാൻ ഇരട്ടിയാവണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ റബ്ബിലേക്ക് അടുത്ത് കരഞ്ഞ് കഴിഞ്ഞുപോയ ഇന്നലകളിലുള്ള തെറ്റുകൾ നമുക്ക് റബ്ബിനോട് ചോദിക്കാൻ കഴിയുള്ളൂ. എന്ന് മാത്രമല്ല, നമുക്ക് എപ്പോഴും ഒരു വിനയമുള്ള മനസ്സ് നമുക്കുണ്ടാവും. പിന്നെ അഹങ്കാരം നമ്മളിൽ നിന്ന് പോകും അല്ലേ? അഹങ്കാരം കൽബിലുണ്ടായ സ്വർഗ്ഗത്തിൽ കയറാൻ കഴിയോ? ഇല്ല. മൻ ദഖല ഫീ ഖൽബിഹി മിസ്കാല ദർറത്തി മിനൽ കിബ്ർ, ഞാനെന്ന ഭാവം
അണു അളവ് ഒരു മയ്യത്തിന്റെ കൂടെ പരലോകത്തേക്ക് പോയിട്ടുണ്ട്. ലായതുൽ ജന്ന, സ്വർഗ്ഗത്ത് കിടക്കൂല. ഞാനെന്ന ഭാവം നടക്കുമുണ്ടായില്ലേ? ഒരു ഡ്രസ്സ് മാറ്റമുണ്ടായില്ലേ? ഇല്ലേ? ഉണ്ട്. ഒരു ചുരിദാറ് മാറ്റുമ്പോഴേക്കും എത്ര വട്ടാണ് കണ്ണാടിയിൽ നോക്കി ചിരിക്കല്? സ്വന്തം ശരീരത്തിന്റെ സൗഷ്ഠവ ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ട എങ്ങനെയാണ് റിസർച്ച് ചെയ്യുന്ന പെൺകുട്ടികൾ. എന്നിട്ടോ ഒരു ന്യായവും, മൈ ബോഡി മൈ ചോയ്സ്. അതിനൊക്കെ അനുവദിക്കുന്ന പിതാക്കന്മാർ, അതിനൊക്കെ അനുവദിച്ചു കൊടുക്കുന്ന ഭർത്താക്കന്മാർ. മരിച്ചാലോ എന്റെ കുട്ടി മരിച്ചു എന്നും പറഞ്ഞിട്ട് കരയാ. അപ്പോഴല്ല കരയേണ്ടത്, ജീവിതനാളിൽ കരയണം. നിന്റെ കുട്ടിയെ നീ അത് പരിശീലിപ്പിക്കണം. നിന്റെ കുട്ടിക്കും അള്ളാന്റെ കോടതിയിലേക്ക് പോകണം. അവന്റെ പ്രായത്തിന്. അതുകൊണ്ടല്ല അള്ളാഹ് ചോദിച്ചത്, അലം നുഅമ്മിറുക്കും മൻ തദക്കറ, അലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ചിന്തിക്കാവുന്ന പ്രായമൊക്കെ തന്നിട്ട് തന്നെ കൊണ്ടുപോയിട്ടുള്ളൂ. നമ്മളവിടെ നിർത്തിയിട്ടേ നമുക്ക് അള്ളാഹിനെ കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ ഉള്ള പ്രായം റബ്ബ് നമുക്ക് തന്നു. അതിനനുസരിച്ചുള്ള രോഗം തന്നു, അല്ലേ? റബ്ബിലേക്ക് മടങ്ങാൻ. അതാണ് ജാഅക്കും നദീർ, താക്കീതുകാരും വന്നു. ഏതാ താക്കീത്? ആരോഗ്യക്കുറവ് താക്കീതാ. മനസ്സിലായ? ശരീരത്തിൽ വരുന്ന ഓരോ ആരോഗ്യക്കുറവുകളും റബ്ബിന്റെ താക്കീതുകളാണ്. കണ്ണിന്റെ കാഴ്ചക്കുറവ് താക്കീതാണ്. കണ്ണട വെച്ചാൽ പോരാ, ആ റബ്ബ് തന്ന കണ്ണിന്റെ കാഴ്ച കുറഞ്ഞത് അറിയണം. കണ്ണട വെക്കുമ്പോഴും അഹങ്കാര. അതിനൊരു കാലും കോലും വാലും എല്ലാം കൂടി ആയിട്ട്, അല്ലേ? ഞാൻ കണ്ണട പീഡിയക്കാരല്ല കേട്ടോ പറയുന്നത്. കണ്ണട പീഡിയക്കാരൊക്കെ എന്റെ കൂട്ടുകാരാ. എനിക്ക് തന്നെ കണ്ണട തരുന്ന ആളാണ്. ഒരു ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ കണ്ണടക്ക് കാലും പാലും ഒക്കെ വെച്ചിട്ടാ കൊടുക്കുക, അല്ലേ? ചിലവര് കണ്ണുകളല്ല കണ്ണടക്ക് നെറ്റിമല. ഓനക്ക് കണ്ണു കാണാത്ത തരാറില്ല, ഓനക്ക് നെറ്റിക്ക് തലച്ചോറിനെ കാണാത്തപ്പോ തലച്ചോറ് വെച്ചു കൊടുക്കും, അല്ലേ? പല ജാതി കണ്ണടല്ല വെക്കുന്നത്. കണ്ണട വെച്ചാൽ ഇവന്റെ മുഖം എത്രമാത്രം ഭംഗിയാക്കാൻ കഴിയും. അതിന് കണ്ണടപ്പീടിന്റെ ആൾക്കാർ വെച്ചു നോക്കി അറിയില്ലേ? ഏതെങ്കിലും കണ്ണട വെച്ച് പോരാൻ പോരാ, നമ്മൾ കാഴ്ച എത്തിയാൽ പോരെ? അത് പോരാ. കാരണം നമ്മളെ ഉള്ളിലുള്ള അഹങ്കാരം പുറത്തേക്ക് എടുക്കാനുള്ള എല്ലാ പണിയും ഇവിടെ ഉണ്ട്. ഒരു ഷോപ്പിൽ കയറിയാൽ നിങ്ങൾക്ക് ഡ്രസ്സ് മാറ്റാനുള്ള റൂമുണ്ട്. എന്നിട്ട് നിങ്ങൾ എല്ലാം നോക്കിക്കോളി, നിങ്ങളെ ശരീരം എങ്ങനെ ഉണ്ട്. അതൊന്നും തെറ്റാന്നല്ല പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറയുമ്പോൾ പറയേണ്ടതുണ്ട്. എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച നാളിൽ ഒരാൾ അങ്ങാടിയിൽ നിന്നൊരു ഡ്രസ്സ് വിൽക്കുകയാണ്. നല്ല നീളമുള്ളൊരു മനുഷ്യൻ, ഭയങ്കര നീളമുള്ളൊരു മനുഷ്യൻ. അയാൾ ചെറിയൊരു ഉടുപ്പ് റോട്ടിൽ നിന്ന് വിൽക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു ഇരുന്ന് വിൽക്കണം. എന്താ ഇത്? കാണുമ്പോൾ ഒരു അരോചകത്വം. വലിയൊരു മനുഷ്യൻ ഒരു ചെറിയ ഉടുപ്പും പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇരുന്നാലോ? അത്ര അതിന്റെ അർത്ഥം എന്താ? ആളുകൾക്ക് ആകർഷണം ഉണ്ടാക്കണ വിധമല്ല, പക്ഷെ ആകർഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളെ പറ്റിക്കരുത് കേട്ടോ. അപ്പൊ നമ്മള് മുതലൊക്കെ ഉണ്ടാക്കി, വീടൊക്കെ ഉണ്ടാക്കി, കുട്ടികളൊക്കെ പഠിപ്പിച്ച് ഓരോ കല്യാണം കഴിച്ച് അപ്പോഴേക്കും അമ്മ പോകാനാവുമ്പോ കയ്യിലൊന്നുമില്ലല്ലോ എന്ന ഭയം, ആ പേടി, ആ കരച്ചിൽ ഉയരേണ്ട സമയങ്ങളാണ്. മറക്കണ്ട റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്കുള്ള യാത്ര. അള്ളാഹു തൃപ്തിപ്പെട്ടാലൊക്കെ യാത്ര ചെയ്യാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ ഇസ്തിഗ്ഫാറുകൾ കബൂൽ ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മരണം വരെ ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാൻ, ആർക്കും ബാധ്യതയില്ലാതെ മരിച്ചു പിരിയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين.